നല്ല ചൂട് ബ്രെഡ് ടോസ്റ്റ് അതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് അതിൻ്റെ ഒരു റെസിപ്പി നോക്കാം. 2 മുട്ട, കുറച്ച് ഏലക്ക, അതാണ് ആദ്യം നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കുറച്ച് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിന് ചേർക്കാം. ഞാനിവിടെ ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇതിടുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് ആൾ പറയുന്നുണ്ടായിരുന്നു എന്തോ ഒരു മധുരമായിരുന്നു. പക്ഷെ ആ ഇടുന്ന മധുരമൊന്നും നമ്മൾ കഴിക്കുമ്പോൾ കിട്ടില്ല. ആക്ച്വലി മധുരം കുറച്ചായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. നിങ്ങൾക്കിതിലും കൂടുതലിടാം. പാൽ ഒഴിച്ച് ആ ഒരു മിക്സ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററിന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആൻഡ് യു ഗെറ്റ് ദറ്റ് യെല്ലോ കളർ കൺസിസ്റ്റൻസി ആ മിൽക്കിൻ്റെ. അപ്പോഴാണ് നമ്മളുടെ ഈ പറയുന്ന ബാറ്റർ റെഡി ആവുന്നത്. ഇനി നല്ലൊരു ചൂട് പാൻ വെച്ചിട്ട് ബ്രെഡിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. ബ്രെഡ് എടുക്കുക, അതിൻ്റെ സൈഡ് കട്ട് ചെയ്യേണ്ടവർക്ക് സൈഡ് കട്ട് ചെയ്യാം. ഞാൻ സൈഡ് കട്ട് ചെയ്യുന്നില്ല. എന്തിനാ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ബ്രെഡിനൊരു വിഷമം വേണ്ട. അങ്ങനെ ബ്രെഡൊക്കെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ് കുറച്ചും കൂടെ നല്ലത്. ഒരു ഹോൾ ബ്രെഡ് നമ്മൾ എടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പാൻ വെച്ച് ചൂടാക്കുക, എന്നിട്ട് അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എണ്ണയോ സാധാ നമ്മുടെ ഓയിൽ, ഏത് തരം ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, വൺസ് നിങ്ങൾ നെയ്യിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും കൂടെ ആലോചിക്കില്ല. ഒരു റീതിങ്കിങ് അവിടെ ഓപ്ഷൻ ഇല്ല. കാരണം നെയ്യിൽ ഉണ്ടാക്കുന്ന ഏതൊരു ഫുഡിനും അതിൻ്റേതായ ഒരു രുചിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കാൻ പോകുന്നത്. സോ നെയ്യ് നല്ല രീതിയിൽ ആ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ ചട്ടി. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്കൂളിൽ പിള്ളേരെയൊക്കെ ആക്കുന്ന സമയത്ത്, ഇത്രയും വലിയ പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പരിപാടി തീരും. അപ്പോൾ ബ്രെഡെല്ലാം നല്ല വൃത്തിക്ക് അടുക്കി വെച്ച് കൊടുക്കുക. 2 സൈഡും ടോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കിത് നമ്മൾ എയർ ഫ്രയറിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഹെൽത്തി ആയിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാം. ഹെൽത്തി ആകുമ്പോഴും നെയ്യില്ലാത്തതിൻ്റെ ഒരു കുറവ് അവിടെ അറിയും. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. സോ ഇതായിരുന്നു ഫൈനൽ അതിൻ്റെ ലുക്ക്. ഗൈസ്, ട്രസ്റ്റ് മീ, ഇറ്റ് ഇസ് സോ യമ്മി. പിന്നെ ചിലവർ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഹണി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. സ്ട്രോബെറി ഇതിൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. സാധനം നല്ല ചൂടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് യമ്മി. ഇതിൻ്റെ ഒറിജിനൽ റിവ്യൂ അറിയാം. സൂപ്പർ. അപ്പോൾ ബൈ.